ഏത് രീതിയിൽ മനുഷ്യനെ നാണം കെടുത്തേണ്ടെന്ന് വെച്ചാൽ അടക്കാണ്. മനുഷ്യനെ എങ്ങനെ നന്നാവാൻ നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. എങ്ങനെയാണ് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ട് കുടുംബം നോക്കാനല്ലേ പണിക്കിറങ്ങിയേക്കണത് ഇപ്പൊ. ആ ഒപ്പ വന്നാ വേഗം ഒന്ന് വലിത്തട്ടെ, ഞാനിപ്പൊ ചോറ് തരാട്ടാ. മതി, ചോറൊന്നും വേണ്ട ഇനി. ഭ്രാന്ത്. എന്ത് പറ്റിയോപ്പേ? നീ കാണുന്നില്ലേ അമ്മ ഇവിടുന്ന് എങ്ങോട്ടാ പോയത്? അമ്മ തൊഴിലുറപ്പിന് പോയി. തൊഴിലുറപ്പിന് പോയി. ഇവിടെ ആർക്കും എന്തുണ്ടാക്കാൻ വേണ്ടിയാണ് തൊഴിലുറപ്പിന് പോകേണ്ടത്? ഇപ്പൊ ഇവിടെ കുടുംബം നോക്കാനുണ്ടാ, അല്ലെങ്കിൽ ഞാൻ മക്കളെ കെട്ടിക്കാനുണ്ടാ? പിന്നെ എന്തിനാണ് ഇപ്പൊ ഈ തൊഴിലുറപ്പിനെ അങ്ങോട്ട് പോകേണ്ട ആവശ്യം? നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടിട്ട്. അതിനൊപ്പം സമാധാനിക്ക്. ഇത് അമ്മ വരുന്നുണ്ടോന്ന് പറയാൻ വരട്ടെ ഇങ്ങോട്ട്, പറഞ്ഞിട്ട് തന്നെ കാര്യം. ഓപ്പേ വന്നാ പണിയും കഴിഞ്ഞ് എന്ത് നക്കാപ്പിച്ച കൊണ്ടാണ് ഈ പോണത്? മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണെന്നോളല്ലേ? മിണ്ടാണ്ടിട്ട് പറയട്ടെ. പിന്നെ എനിക്കാണ് നാണക്കേട് പുറത്തിറങ്ങി കിടക്കുമ്പോ നിനക്കൊക്കെ പറയാം. നിനക്കൊക്കെ കുടുംബത്തിൽ ഇരുന്നാ മതി. മറ്റുള്ളവർ മുമ്പിൽ ഞാനാണ് കിടന്നത് അമ്മനെ പണിക്ക് ഉറങ്ങണം പറഞ്ഞിട്ട്. തൊഴിലുറപ്പിന് പോകുന്നു ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ഓർത്തിട്ടാണ് മോനെ. ഭയങ്കരമായിപ്പോയി. ഇവിടെ ഇപ്പൊ എന്തിന്റെ കുറവുണ്ടായിട്ടാണ്? അല്ല മക്കളെ കെട്ടിക്കാനുണ്ടാ? കുറവുണ്ടായിട്ടല്ല മോനെ, എന്നാലും അത് മോനെ അത്രയും അത്ര ഇതാവുന്നു. ഭയങ്കര ഗുണമുള്ള എനിക്ക് ചെയ്തു നോക്കണത്. മറ്റുള്ളവരുടെ മുമ്പിൽ മനുഷ്യനെ നാണം കെടുത്തുമ്പോ ഒരു സമാധാനാവും. നിനക്ക് ഇതിനെ സഹായിക്കുന്നല്ല പറയാ, ഇതിനെ ഉപദ്രവിക്കുന്ന പറയാ. അല്ലാണ്ട് ഞാൻ എന്താ പറയണ്ട? പിന്നെ നീ മിണ്ടാണ്ട് പിന്നെ പറയണ്ട. പിന്നെ ഇത് കാണുന്നില്ല? ഇതെല്ലാം ഇങ്ങനെ നടന്നോളൂ. ഇങ്ങനെ നമുക്കതിന് നാണക്കേട്. എന്തിന് ഇത്ര വലിയ നാണക്കേട്? ഇവിടെ എന്തിന്റെ കുറവുണ്ടായിട്ടാണ് ഈ പോണത്? ഇവിടെ എന്തിന്റെ കുറവാ ഇല്ലാത്തത്? അപ്പൊ കൊറേ നേരമായാലും ഇത് തുടങ്ങിയിട്ട്. ഞാൻ കൊറേ നേരമായി ഇത് കേൾക്കുന്നു. പറയണ്ടെന്ന് വിചാരിച്ചാൽ പറയിപ്പിക്കും അല്ലേ? ഈ 2 ദിവസം മുന്നേ ഇവിടെ നടന്ന സംഭവം എന്താന്ന് ഓപ്പക്ക് ഓർമ്മയില്ല? മോനെ നമ്മുടെ പ്രഷറിന്റെ ഷുഗറിന്റെ ഗുളിക തീർന്നിട്ട് 2 ദിവസമായി മോനെ. തല ഇറങ്ങിയിട്ട് വയ്യ നമുക്ക്. ഇതെന്താ അമ്മ കൊറേ തിന്നുന്നുണ്ടാ? കഴിഞ്ഞ ആഴ്ചയല്ലേ വാങ്ങിയത്? ഇല്ല അമ്മ അങ്ങനെ 1-2 കഴിക്കുള്ളൂ. ഇപ്പൊ തീർന്നിട്ട് 2 ദിവസമായി. മോനോട് പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഞാൻ വാങ്ങിക്കോളാം. അത് വേണ്ട, എന്റെ അടുത്തുണ്ട്, മൊബൈലിലുണ്ട്. ശരി, ഞാൻ വരുന്നേ. മോനെ നമ്മുടെ ഗുളിക മേടിച്ച മോനെ. അയ്യോ ഞാനത് മറന്നുപോയമ്മേ. ഇന്ന് എന്തൊക്കെയോ തിരക്കുകളിലൊക്കെ ആയിപ്പോയി. നാളെ വാങ്ങാം. വലിയ കുഴപ്പമൊന്നും ഇല്ല നമുക്ക്. ഇല്ല, നാളെ വാങ്ങി തന്നാ മതി. ചായ എടുത്തേ. അമ്മ ഇന്ന ഗുളിക മോള് വാങ്ങിച്ചാ? അവൻ മേടിച്ചുള്ള തരുവായിരുന്നല്ല. അത് കുഴപ്പമില്ല അമ്മ, അമ്മ കഴിക്കാൻ നോക്ക്. ഞാൻ വേറെ ആവശ്യത്തിന് പോയപ്പോ വാങ്ങിച്ചതാണ്. ഇതിപ്പോ ഗുളിക തീർന്നത് മാത്ര? അങ്ങനെ എണ്ണി എണ്ണി പറയാൻ എന്തോരം കാരണങ്ങളുണ്ടോപ്പേ. ഇന്നാളൊരു ദിവസം അമ്മേന്റെ ചെരുപ്പ് പൊട്ടിയിട്ട് എത്ര കാലായിന്നറിയാം അമ്മ ചെരുപ്പ് തുന്നിക്കൂട്ടിയിട്ട് നടക്കുന്നു. അതോപ്പ ശ്രദ്ധിച്ചാ? ഇല്ലല്ല. അവസാനം ഞാൻ ഓപ്പേന്റെ കയ്യിൽ നിന്ന് തന്നെ കാശെടുത്തത്. എന്നിട്ട് ഞാൻ അമ്മക്കൊരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്ത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ വേണ്ടിയിട്ട്. വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് തിന്നാനും കുടിക്കാനും മാത്രം കൊടുത്താ പോരാ. അവർക്ക് ഓരോരോ കാര്യങ്ങൾക്ക് ആവശ്യങ്ങൾ ഉണ്ടാകും. അതിനനുസരിച്ച് മക്കൾ എന്ന പൈസ കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ അച്ഛനമ്മമാര് പണിക്ക് പോകും. അതിന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഓപ്പേന്റെ അമ്മ പണിക്ക് പോകുന്നത് ഓപ്പക്ക് ഇത്ര വലിയ നാണക്കേട്? അമ്മക്ക് മരുന്നില്ലാണ്ട് അമ്മ ഇവിടെ കുടുംബത്തിരിക്കുന്നതിന് നാണക്കേടില്ല. പൊട്ടിയ ചെരുപ്പിട്ട് നാട് മുഴുവൻ നടക്കുന്നതിന് നാണക്കേടില്ല. എന്തിനു പറയുന്നു? കീറിയ മാക്സിയിട്ട് നടക്കുന്നതിന് നാണക്കേടില്ല. അതിനൊന്നും നാണക്കേടില്ല. പണിക്ക് പോയ നാണക്കേട്. അതിനെന്ത് ഇത്ര വലിയ നാണക്കേട് വിചാരിക്കേണ്ട കാര്യം? നമ്മൾ മക്കള് അച്ഛനമ്മമാരെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഇതുപോലെ പണിക്ക് പോകും. ഇല്ലെങ്കിൽ മക്കൾ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കണം. കൊട്ടാരം പോലുള്ള ഒരു വീടും കയറ്റിയിട്ട് 3 നേരം ഭക്ഷണം കൊടുത്താൽ സ്വന്തം അച്ഛനമ്മമാരെ നോക്കിന്നാവൂല. അവരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ മക്കൾ നടത്തി കൊടുക്കണം. ഓപ്പ ഒരു കാര്യം ചെയ്യും. അമ്മ പണിക്ക് പോകുന്നത് ഓപ്പക്ക് ഇത്ര വലിയ നാണക്കേടാണെങ്കിൽ ഒരു മാസം ഇത്ര പൈസ വെച്ച് ഓപ്പ അമ്മക്ക് കൊടുക്ക്. ഇനി പൈസ കൊടുക്കാൻ ഓപ്പക്ക് പറ്റൂലെങ്കിൽ ഓപ്പ അമ്മേന്റെ കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്ക്.
ഇതൊന്നും പറ്റോ ഇല്ല, അമ്മോട്ട് പണിക്ക് പോകാനും പറ്റൂല. ഇതൊന്നും നടക്കുന്ന കാര്യമല്ലോ അപ്പേ. മക്കൾക്ക് ഇങ്ങനെ പറയാ, അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും. എന്തിനു പറയുന്നു? ഒരു അടിവസ്ത്രം പോലും വാങ്ങിക്കാൻ വേണ്ടിട്ട് നമ്മളെ മക്കളെ മുന്നിൽ കൈ നീട്ടണ്ടേ അവര്? അത് നമ്മൾ മക്കൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നുണ്ടാ? ഇതെല്ലാം പറയുകയും ചെയ്യും, എന്നിട്ട് ഒന്നും ചെയ്തും കൊടുക്കൂല. പിന്നെ ഞാൻ ഓപ്പനോട് ഒരു കാര്യം പറയട്ടെ, ആരോഗ്യമുള്ള കാലത്തോളം ഇല്ലേ മാന്യമായ എന്ത് തൊഴിലും നമുക്ക് ചെയ്യാം. അതിലൊരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മ ഇങ്ങോട്ട് കയറമ്മേ. ഇതിന്റെ പേരിൽ ആരാ അമ്മേനെ ഇവിടെ നിർത്തുന്നേ നോക്കട്ട്. എന്നാ അമ്മേന്റെ കൂടെ ഞാനും പുറത്തു നിന്നോളാം. അമ്മ ഇങ്ങോട്ട് കയറി വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കിയാ പറയുന്നവരെ അടക്കടന്ന് പലതും പറയും. മക്കൾ സാമ്പത്തികമായി നല്ല നിലയിലെത്തിയിട്ടും മിക്ക വീടുകളിലും ഇപ്പോഴും പ്രായമായ അച്ഛനമ്മമാർ കൂലിവേല ചെയ്തിട്ടും തൊഴിലുറപ്പിന് പോയിട്ടും മറ്റും സ്വന്തമായ ഒരു വരുമാനം കണ്ടെത്തുന്നുണ്ട്. പക്ഷേ അതവർക്ക് സമ്പാദിക്കാനോ കുടുംബം നോക്കാനോ വേണ്ടി ഒന്നുമല്ല. അവരവരുടെ ചെറിയ ആവശ്യങ്ങൾക്ക് തൻ്റെ മക്കളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. കൂടാതെ അവർക്ക് അവരുടെ ഒരു സമയം പോകാനും. അതുകൊണ്ട് തന്നെ കഴിയുന്ന കാലം വരെ അവർ അവർക്ക് പറ്റുന്ന ജോലികൾ ചെയ്തോട്ടെ. പിന്നെ മക്കളെന്ന നിലയിൽ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളും ചെയ്യുക. ഒന്നോർക്കുക, അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്ന കാലം വരെ മാത്രമാണ് നമ്മൾ മക്കളാകുന്നത്.